ആദർശം സജി ഇത് നമ്മുടെ കൂടി വിജയമാണ് എന്ന് ചേർത്ത് പിടിക്കാനും ഒപ്പം എന്നാൽ പഴയ ചില കുത്തലുകൾ ദേശദ്രോഹികൾ എന്ന രീതിയിൽ പറയാനും ABVPക്ക് മടിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ സമരം രാജ്യത്തോട് കാണിക്കുന്ന സന്ദേശം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ABVPയുടെ നേതാവിന്റെ ഈ പ്രതികരണം സ്വാഗതം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ ഈ ABVP ഇന്ത്യക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. രാജ്യത്ത് നിരവധി വിഷയങ്ങൾ രാജ്യത്തെ ജനങ്ങൾ, കർഷകർ, തൊഴിലാളികൾ എല്ലാം നേരിടുന്നുണ്ട്. പിന്നൊന്ന്, ഇവിടെ ഈ മരണപ്പെട്ട ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനും ആ വകുപ്പും മരണത്തിലേക്ക് തള്ളി നീക്കിയത് 22 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ്. അവരെയാണോ, ആ കുടുംബങ്ങളെയാണോ വിഘടനവാദികളെന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവി ആശങ്കയായി നിൽക്കുന്നത്. അവരെയാണോ വിഘടനവാദികൾ എന്ന് അഭിപ്രായപ്പെടുന്നത്? 16 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് CBSE പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതം അനുഭവിച്ചത്. ആ കുടുംബങ്ങളെയാണോ, ആ വിദ്യാർത്ഥികളെയാണോ, ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയവരെയാണോ വിഘടനവാദികളെന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്? ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും ചരിത്രപരമായി വിജയിച്ച ഒരു സമരമാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യയിലെ ഹിറ്റ്ലറിന് വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. ഈ സമരത്തെ ജനാധിപത്യപരമായ നിലയിൽ നടത്തിയ സമരത്തെ എന്താ നല്ല രീതിയിൽ പറയുന്നുണ്ടല്ലോ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി, കേട്ടു. ഈ 73 ദിവസം എടുക്കേണ്ടി വന്നു. ഈ ക്രമക്കേട്, പരീക്ഷാ പേപ്പർ, ചോദ്യപേപ്പർ ചോർച്ച ഒരു പ്രശ്നമാണ് എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാകാൻ 73 ദിവസം എടുക്കേണ്ടി വന്നു. 73 ദിവസം കഴിയുമ്പോഴാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 20-ാം തീയതി ജൂലൈ 20-ാം തീയതി നടന്ന അമിത്ഷാ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസിന് നടത്തിയ നരനായിട്ട് നമ്മൾ കണ്ടതാണ്. ഇതാണോ ജനാധിപത്യപരമായ നിലയിൽ വിദ്യാർത്ഥികളെ കേൾക്കുന്ന സർക്കാർ ചെയ്യേണ്ടത്? സമാധാനപരമായി നടത്തിയ സമരം, ആ സമരത്തിനകത്തേക്ക് നരനായാട്ട് വിദ്യാർത്ഥികളെ, കൈക്കുഞ്ഞുമായി ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന അമ്മമാരെ, മുതിർന്നവരെ പോലീസ് തല്ലി ചതയ്ക്ക് നമ്മൾ കണ്ടതല്ലേ? ആ സമരത്തെ ഇല്ലാതാക്കാമെന്ന് അവർ കരുതിയോ? പോലീസ് ലാത്തി ചാർജ് എടുത്ത്, കണ്ണീർവാതകം നടത്തി, എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന മർദ്ദന സംവിധാനങ്ങളെല്ലാം അവിടെ ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്ന അവർ കരുതി. പക്ഷെ അല്ല, വിദ്യാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ നരേന്ദ്രമോദി ഭയപ്പെട്ടു, കീഴ്പ്പെടേണ്ടി വന്നു. ആ സമരത്തെ ഒരു നിലയിലും ഒരിഞ്ച് പിന്നോട്ട് പോവാൻ തയ്യാറല്ല എന്ന് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. ആ വിജയമാണ്. ആ വിദ്യാർത്ഥി സമരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയതാണ്. അല്ലാതെ രാജിവെക്കാമായിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ ആവശ്യപ്പെട്ടവർ രാജിവെച്ച് പുറത്തു കൊണ്ട ആളല്ലേ അദ്ദേഹം? അതല്ലല്ലോ ചെയ്തത്. ഇത്രയും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും വിദ്യാർത്ഥികൾ ശക്തമായി മുന്നോട്ട് വന്നു. അതിൽ ഭയപ്പെട്ടാണ് വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയാണ് ഈ രാജി എന്ന നിലയിലേക്ക്, പുറത്താക്കേണ്ട രാജി എന്ന നിലയിലേക്ക് വന്നത് എന്നുള്ളത്. ഇത് രാജ്യത്തെ ഇന്ത്യൻ ജനതയുടെ വിജയമാണ്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ വിജയമാണ്, ഒത്തൊരുമിച്ചുള്ള സമര പോരാട്ടത്തിന്റെ വിജയമാണ്. തീർച്ചയായും.